മക്കളെ ഇന്ന് നമുക്ക് എന്ന മാത്രയാണ് പഠിക്കാൻ പോകുന്നത്. കി മാത്ര വാലെ ശബ്ദമാണ് നമ്മൾ നോക്കുന്നത്. എന്ന മാത്ര അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏത് വരെയാണ് പഠിച്ചത്? ഓ ഔ ഔ വരെ നമ്മൾ പഠിച്ചില്ലേ കഴിഞ്ഞ ക്ലാസ്സിലെ? ഔ വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അതൊന്ന് നമുക്ക് നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഔ എന്ന ചിഹ്നം വരെ ഒന്ന് നോക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വരാം. ഓക്കെ, അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ചിഹ്നങ്ങൾ ഇതാ: ആ, ഇ, ഉ, ഋ, എ, ഐ, ഓ, ഔ, ഇതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകണം അല്ലേ? ഈ എന്ന ചിഹ്നമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് എന്ന ഈ ചിഹ്നമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. കി മാത്ര വാലെ ശബ്ദാണ് ഇനി നോക്കാൻ പോകുന്നത്. കി മാത്ര വാലെ ശബ്ദ്. അതിൽ നമ്മളിവിടെ അല്ലേ? വളരെ സിമ്പിളായിട്ട് പറയാൻ പറ്റിയതാണ്. അങ്ക് പിന്നെ ഗായാണ് അങ്ക്. ഫസ്റ്റ് ഒന്നാമത്തെ കണ്ടങ്ങള് പിന്നെ അതിൻ്റെ മുകളിൽ എന്താണ്? ഒരു ഡോട്ട് ഉണ്ട് അല്ലേ? ഡോട്ട് കഴിഞ്ഞിട്ടാണ് ഗ എന്നുള്ളത്. കണ്ടോ? ഡോട്ട് കഴിഞ്ഞിട്ടാണ് ഗ. അങ്ക്. രംഗ്. രാന്റെ മുകളിൽ എന്താ ഉള്ളത്? ചിഹ്നുണ്ട് ഗ. രംഗ്. അടുത്തത് എന്താണ് മക്കളെ? സംഗ് അല്ലേ? സാന്റെ മുകളിൽ ചിഹ്നം സംഗ്. അടുത്തതോ ദാക്ക് മുകളിലാണ് അല്ലേ ഡോട്ടുള്ളത്? ദങ്ക്. താക്ക് മുകളിലാണ് തങ്ക്. ടങ്. അടുത്ത എന്താണ്? ടങ്. ജണ്ട. എന്താണ് അടുത്തത്? ജണ്ട. ടണ്ട. അണ്ട. ഠണ്ട. ടാക്ക് മുകളിലാണ് ചിഹ്നം. ഠണ്ട. ഹംസ്. കംസ്. എന്താണിത് വായിക്കുന്നത്? കംസ്. അടുത്തത് എന്താണ്? ഗംഗ. എന്താണ് മക്കളെ? ഗംഗ. ചങ്ക. ഇനി അടുത്തത് എന്താണ്? നങ്ക. നായാണ്. നാക്ക് മുകളിലാണ് ഡോട്ട് അല്ലേ? നങ്ക. ദങ്ക. ടങ്. അടുത്തതോ രംഗ്. രംഗ്. കന്ത. അന്ത. ആക്കി മുകളിലാണ് ചിഹ്നം. പിന്നെ അന്ത. അടുത്തത് എന്താണ്? ദന്ത. എന്താണിത്? ദന്ത. എന്താണ് വായിക്കുന്നത്? ദന്ത. ഇനി അടുത്തത് എന്താണ്? കന്ത. കാക്കി മുകളിൽ ചിഹ്നുണ്ട്. കന്ത. സോറി, അല്ല, ഗായാണ് കേട്ടോ. ദാന്ന് നമ്മൾ എഴുതുന്നത് ഇങ്ങനെയാണ്. കൂട്ടി വരച്ചു കഴിഞ്ഞാൽ അതെന്താണ്? ഗായാണ് അല്ലേ? ഇങ്ങനെ കൂട്ടി വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കൂട്ടി വരയ്ക്കുക. അങ്ങനെ കൂട്ടി വരച്ചു കഴിഞ്ഞാൽ കങ്ക. ജങ്ക. പിന്നെ എന്താണ്? ജങ്ക. എന്താണ് വായിക്കുന്നത്? ജങ്ക. അടുത്തത് എന്താണ് മക്കളെ? ജങ്ക കഴിഞ്ഞിട്ട് ഗംബ. എന്താണ്? ഗംബ. ഗംബ. ചന്ത. മന്ദ. മന്ദ. ഫന്ദ അല്ലേ? ഫന്ദ. ഫായാണ്. ഫന്ദ. ഗന്ധ. എന്താണ്? ഗന്ധ. അത് വളരെ സിമ്പിളായിട്ട് വായിക്കാൻ പറ്റിയ കാര്യമാണ് അല്ലേ? അടുത്തൊന്നാണ് ബന്ദ്, മന്ത്, കണ്ട്. ഓക്കെ, ഇനി അടുത്തത് എന്താ? നിങ്ങളൊന്ന് ആദ്യം വായിച്ചു നോക്കൂ. നന്ദ്. അതെ, ശരിയാണ്, നന്ദ്. അടുത്തതോ? ഗന്ധ്. കറക്റ്റ്. അടുത്തെന്താണ്? മന്ത്. അതെ, മന്ത്. ചന്ത്. ഇനി നമുക്ക് ലാസ്റ്റ് അതിനും കൂടെ വായിച്ചു കഴിഞ്ഞിട്ട് സെൻറ്റൻസിലേക്ക് പോകാം. ഓക്കെ, അപ്പം അതെന്താണ്? പന്ത്.
പന്ത്. സുമിത്രാനന്ദൻ പന്ത്. കേട്ടില്ലേ നിങ്ങള്? പന്ത്. എന്താണ്? പന്ത് കേട്ടോ. പാന്നെഴുതുക, ഡോട്ടിടുക, താന്നെഴുതുക. പന്ത്, പന്ത്. ഇനി അടുത്തത് എന്താണ്? സന്ത്, സന്ത്, സന്ത്. ദന്ത്, ദന്ത്. ഉണ്ടോ? ദന്ത്. പങ്ക്. അടുത്തെന്താണ്? പങ്ക്, പങ്ക്, പങ്ക്. കണ്ട്, കണ്ട്, കണ്ട്. അടുത്തെന്താ മക്കളെ? അങ്ക് അല്ലേ? അങ്ക്, അങ്ക്. ലാസ്റ്റ് എന്താണ്? ശംഖ്, ശംഖ്, ശംഖ്. ഷ, ഷ. ഈ ഷയാണ് കേട്ടോ വരുന്നത്. ശംഖ്. ഇനി നമുക്ക് സെന്റൻസിലേക്ക് വരാം. ഇവിടെ എന്താണ് സെന്റൻസ്? ഫസ്റ്റ് തന്നെ എന്താണ് എഴുതിയിരിക്കുന്നത്? ആജ് അല്ലേ? ആജ് മംഗൾവാർ. എന്താണ് ഫസ്റ്റ് സെന്റൻസിൽ എഴുതിയിരിക്കുന്നത്? ആജ് മംഗൾവാർ ഹേ എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതൊക്കെ നിങ്ങൾ പഠിച്ചതാണ്. ആ എന്ന ചിഹ്നമുണ്ട്, അമ്മിൻ്റെ ചിഹ്നമുണ്ട്, ആ എന്ന ചിഹ്നമുണ്ട് അല്ലേ? അക്ഷരങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അറിയാത്തവരുണ്ടെങ്കിൽ ശരിക്കും നോക്കിയിട്ട് ഓരോ അക്ഷരങ്ങളും എഴുതി പഠിക്കുക. ആജ് മംഗൾവാർ ഹേ. മംഗൾവാർ. മം ഗൽ വാർ. ഓക്കെ. മം പിന്നെ ഗൽ പിന്നെ വാർ. മംഗൾവാർ ഹേ. രഞ്ജൻ, രഞ്ജൻ, രഞ്ജൻ. और रंजन और बसंत, बसंत. मंदिर, मंदिर. जा रहे हैं, जा रहे हैं. ആദ്യം മുതൽ ഒന്നുകൂടെ നോക്കാം. ആജ് മംഗൾവാർ ഹേ. രഞ്ജൻ ആർ ബസന്ത് മന്ദിർ ജാ രഹേ ഹേ. മന്ദിർ മേ. മന്ദിർ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ലേ? മന്ദിരം, അമ്പലം അല്ലേ? മന്ദിർ മേ ശംഖ് ഔർ ഘണ്ടെ ബജ് രഹേ ഹേ. ശംഖ് നമ്മൾ നേരത്തെ പഠിച്ചതാണല്ലേ ഇവിടെ? ശംഖ് എന്ന് പഠിച്ചതല്ലേ? ഏതാ? ശംഖ്. ശംഖ് ഔർ ഘണ്ടെ, ഘണ്ടെ ബജ് രഹേ ഹേ. ബജ്, ബാജ, ബജ് രഹേ ഹേ. പണ്ഡിത് ജി, പണ്ഡിത് ജി, പണ്ഡിത് ജി ആരതി കർ രഹേ ഹേ. പണ്ഡിത് ജി എന്താ ചെയ്യുന്നത്? ആരതി കർ രഹേ ഹേ. പണ്ഡിത്, പണ്ഡിത് ജി ने, പണ്ഡിത് ജി ने ആരതി के बाद, ആരതി, ആരതി के बाद, ആരതി के बाद सबको, सबको, सबको എല്ലാവർക്കും, सबको സന്തര ദിയ. എന്താ സന്തര പറഞ്ഞാല്? ഓറഞ്ച് അല്ലേ? സന്തര ദിയ, ഓറഞ്ച് നൽകി എന്നാണ് പറയണത്. സന്തര ദിയ, സന്തര. മന്ദിർ കെ ബഗീച്ചേ മേ. എന്താണ്? മന്ദിർ, മന്ദിർ കെ ബഗീച്ചേ, ബഗീച്ചേ മേ. മന്ദിർ കെ ബഗീച്ചേ മേ. അപ്പൊ ഈ എന്നുള്ള ചിഹ്നം വന്ന് എ എന്നുള്ള ചിഹ്നം വന്ന് അല്ലേ? ബഗീച്ചേ മേ ബന്ദർ ബൈട്ടേ ഹേ. ഇവിടെ ഏതൊക്കെ ചിഹ്നങ്ങൾ വന്ന്? ഐ അല്ലേ? ഐ വന്ന്, എ വന്ന്. ബന്ദർ ബൈട്ടേ ഹേ. ബന്ദരോംനെ, ബന്ദരോംനെ, ബന്ദരോംനെ. രോ, രോ വന്ന് രോം അല്ലേ? രോ. അങ്ങനെ രോ എന്നുള്ള ചിഹ്നം വന്നു. അതിൻ്റെ അടുത്ത് തന്നെ ഒരു ഡോട്ട് വന്നപ്പോൾ എന്താ വായിക്കുക? രോം. അതിൻ്റെ അടുത്തൊരു ഡോട്ട് വന്നപ്പോൾ രോം. കേട്ടോ മക്കളെ? രോം എന്ന് എങ്ങനെയാണ്? രോം, രോം. ने बंदरों ने रंजन, रंजन के, रंजन के, रंजन के हाथों से, हाथों से, रंजन के हाथों से संतरा, संतरा, संतरा. रंजन के हाथों से संतरा छीन लिया, छीन लिया. ഓക്കെ. അപ്പം അത്രയാണ് നമുക്ക് ഇതിൽ വായിക്കാനുള്ള ഭാഗം. സെൻറ്റൻസ് വായന നമ്മൾ വായിച്ചു കഴിഞ്ഞു. ഒരു പാരഗ്രാഫ് വായിച്ചു കഴിഞ്ഞു. ലാസ്റ്റ് ലൈൻ ഒന്നും കൂടെ നോക്കാം. ബന്ദരോനെ രഞ്ജൻ കെ ഹാത്തോം സേ സന്തര ഛീൻ ലിയ.
ബന്ദർ പറഞ്ഞ ആരാണ്? കുരങ്ങന്മാരല്ലേ? കുരങ്ങന്മാരെന്ത് ചെയ്തു? രഞ്ജന്റെ കൈകളിൽ നിന്നും സന്തര തട്ടിയെടുത്തു സന്തര പറഞ്ഞ എന്താ? ഓറഞ്ച്. അപ്പോൾ ഇത്രയും ഭാഗം നന്നായിട്ട് വായിച്ചു നോക്കുക. ഇതിൽ ഏകദേശം എല്ലാ ചിഹ്നങ്ങളും വരുന്നുണ്ട്. ചിഹ്നങ്ങളൊക്കെ ചേർത്തിട്ട് വായിക്കുക. ഇനി അടുത്ത് തന്നെ നമുക്ക് കൂട്ടക്ഷരങ്ങളുടെ വീഡിയോ ഇടാം. അതുപോലെ തന്നെ വായനയ്ക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ, നമുക്ക് വായനയ്ക്ക് വേണ്ടി ഒരു പാരഗ്രാഫ് തന്നിട്ടുള്ള ഒരു വായനയുടെ വീഡിയോ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ.